വ്യക്തി കേന്ദ്രീകൃതമായ കഥാപാത്രങ്ങളിലൂടെ കഥകൾ പറഞ്ഞാണ് MTയുടെ മലയാള സാഹിത്യത്തിലേക്കുള്ള കടന്നുവരവ്. അന്നേവരെ മലയാളി കാണാത്ത സാഹിത്യ സംസ്കാരത്തെ പരിചയപ്പെടുത്തുകയായിരുന്നു MT തൻ്റെ എഴുത്തിലൂടെ. ആ എഴുത്തിനൊപ്പം കഥാകാരനെയും സ്നേഹിക്കുകയായിരുന്നു ഓരോ മലയാളിയും. MT എന്ന രണ്ടക്ഷരത്തിനു പിന്നിലാണ് മലയാളിയുടെ സാഹിത്യ സങ്കല്പങ്ങളുടെ നിള ഒഴുകുന്നത്. അത് വെറും രണ്ടക്ഷരമല്ല, അവ കൂട്ടിയോജിപ്പിക്കുന്ന നിരവധി കഥകളും കഥാപാത്രങ്ങളും കാത്തിരിപ്പും പ്രതീക്ഷകളുമാണ്. 1958 പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ നാലുകെട്ടിലൂടെ ഏറെ ദൂരം സഞ്ചരിച്ചിരുന്നു കഥാകാരൻ. മലയാളിയുടെ വായനാശീലത്തിലേക്ക് കഥയെഴുത്തിന്റെ പുതിയ ശൈലി പരിചയപ്പെടുത്തിയ കടന്നുവരവ്, വായനക്കാരനൊപ്പം സഞ്ചരിക്കുന്ന കഥാപാത്രങ്ങൾ, പാതിരാവും പകൽ വെളിച്ചവും അസുരവിത്തും മഞ്ഞും കാലവുമെല്ലാം വായനക്കാരനോട് അത്രമേൽ അടുത്തുനിന്നു. വിലാപയാത്രയ്ക്ക് ശേഷം 6 വർഷം കഴിഞ്ഞാണ് 1984 രണ്ടാം ഊഴം പുറത്തിറങ്ങുന്നത്. വ്യാസന്റെ മഹാഭാരതത്തിനപ്പുറം മലയാളിയുടെ സകല വരേണ്യ ആഢ്യചിന്തകൾക്കു മുകളിൽ മുറിവേറ്റവന്റെ വേദനയിലൂടെ കഥ പറഞ്ഞ രണ്ടാം ഊഴം. എഴുത്തിലെ വിപ്ലവമായിരുന്നു അത്. അതിനൊരൊറ്റ അവകാശിയും, അതായിരുന്നു MT. മഹാഭാരതത്തിലെ ഭീമസേനന് തീർത്തും രണ്ടാം ജന്മം നൽകി കഥാകാരൻ. എല്ലാ തരത്തിലും വായനക്കാരന്റെ മനസ്സിലുള്ള കഥാപാത്രങ്ങൾക്ക് മറ്റൊരു ജീവൻ നൽകിയ കഥാകാരൻ. വലിയ പ്രതാപം നിറഞ്ഞ വീടുകളിൽ മനുഷ്യൻ അനുഭവിച്ച ഏകാന്തതയുടെ ആഴങ്ങളെ ഏറ്റവും ഹൃദ്യമായി വരച്ചുകാട്ടി. MTയുടെ തിരക്കഥകളും സംഭാഷണങ്ങളും അത്രമേലാഴത്തിൽ മലയാളിയെ സ്പർശിച്ചു. ഇരുട്ടിന്റെ ആത്മാവിൽ ഓരോ മനുഷ്യനും ജീവിച്ചു മരിക്കേണ്ടി വരുന്ന ഇരുട്ടും വെളിച്ചവും കലർന്ന യാഥാർത്ഥ്യങ്ങളെ സർഗശേഷിയുടെ മാന്ത്രിക ജാലം കൊണ്ട് എക്കാലവും ജ്വലിപ്പിച്ചിരുന്നു കഥാകാരൻ. കാൽച്ചിലമ്പും വാളുമേന്തി ദാരിദ്ര്യമെന്ന യാഥാർത്ഥ്യത്തെ വെളിച്ചപ്പാടിലൂടെ നീട്ടിത്തുപ്പിയ MT. എഴുത്തിന്റെ ശക്തി, അതെ, തന്റേടത്തോടെ വിട്ടുവീഴ്ചകളില്ലാതെ MT എന്ന കിരീടമില്ലാത്ത സാഹിത്യ രാജാവിനെ തേജസ്സോടെ സാഹിത്യത്തിന്റെ തറവാട്ടുമുറ്റത്ത് കാരണവരാക്കിയിരുത്തുന്നു. എന്റെ ഭാഷ എന്റെ വീടാണ്, ഞാൻ കാണുന്ന ആകാശമാണ്, ഞാൻ കാണുന്ന നക്ഷത്രമാണ്. മലയാള സാഹിത്യത്തിന്റെ പ്രപഞ്ചം തന്നെയാണ് MT. മേഘമാധവൻ, കൈരളി ന്യൂസ്, കോഴിക്കോട്.